ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റാണ് നൽകിയത്. 5 സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട കൂട്ടത്തിൽ ഡെപ്യൂട്ടി മേയർ പരാജയപ്പെട്ടിട്ടുണ്ട്. CPM-ൻ്റെ പ്രമുഖരായ നേതാക്കന്മാരും കോഴിക്കോട് കോർപ്പറേഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിനോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടി CPM-ന് അങ്ങനെ അത് സംബന്ധമായ എന്തെങ്കിലും പരാതികൾ അത് സംബന്ധമായ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് CPM ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. RJD ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടൽ CPM-ന്റെ ഭാഗത്തുനിന്ന്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രേം ബാസിൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. വടക്കൻ മേഖലാ ജാഥ LDF-ന്റെ ഗോവിന്ദമാഷ് നയിക്കുന്ന 6-ാം തീയതി ജില്ലയിലെത്തുകയാണ്. RJD സജീവമായിട്ട് ജാഥയുടെ ഭാഗമായിട്ടുണ്ടാകും. RJD സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് മനയത്ത് ചന്ദ്രൻ ഗോവിന്ദൻ മാഷ ജാഥയോടൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ജാഥ മുഴുവൻ സ്ഥലത്തും വൻ വിജയമാക്കുക എന്നതാണ് RJDയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. ആ പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുക, അതിന് മുൻപന്തിയിൽ നിൽക്കുക എന്നത് തന്നെയാണ് RJDയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തിക ലക്ഷ്യം. RJD CPM-ന്റെ ജില്ലാ നേതൃത്വമായിട്ടൊക്കെ ചില അസ്വാരസ്യങ്ങൾ, അതായത് കഴിഞ്ഞ നിങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിലും പരാജയപ്പെട്ടു, അതിൽ സഹകരണം ഉണ്ടായില്ല എന്നൊക്കെ തരത്തിലുള്ള ആഭ്യന്തരമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റാണ് നൽകിയത്. 5 സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട കൂട്ടത്തിൽ ഡെപ്യൂട്ടി മേയർ പരാജയപ്പെട്ടിട്ടുണ്ട്. CPM-ൻ്റെ പ്രമുഖരായ നേതാക്കന്മാരും കോഴിക്കോട് കോർപ്പറേഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിനോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടി CPM-ന് അങ്ങനെ അത് സംബന്ധമായ എന്തെങ്കിലും പരാതികൾ അത് സംബന്ധമായ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് CPM ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. RJD ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടൽ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഈ വാർത്തകൾ വരുന്ന സന്ദർഭത്തിലുണ്ടായിരുന്നത് ഈ വികസന ജാഥയുടെ കൂടെ ഉണ്ടാവില്ല RJD. സംസ്ഥാന നേതൃത്വത്തോടെ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ സംസ്ഥാന നേതൃത്വം അങ്ങനെ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ RJD ജില്ലയിൽ സ്വതന്ത്രമായൊരു നിലപാടെടുക്കും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്താണ്? RJDക്ക് സ്വതന്ത്രമായ ഒരു ജില്ലാ കമ്മിറ്റിക്ക് ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാൻ സാധിക്കില്ല. കാരണം RJD ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പമാണ്. അതോടൊപ്പം സംസ്ഥാന പാർട്ടിയാണ് ആ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന നിലപാട് ഈ ജാഥ വിജയിപ്പിക്കുക എന്നതാണ്. അതിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുൻപന്തിയിലുണ്ട്. കുറച്ചുകൂടെ തുറന്ന് ചോദിച്ചാൽ അത് ചില നമുക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ജില്ലയിൽ നിന്ന് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല 5 CPM നേതാക്കളുടെ, ജില്ലാ നേതാക്കളുടെയൊക്കെ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നടപടിയില്ല. അവർക്ക് പരാതി അവരെ കുറിച്ചിട്ട് CPM-ന് കൊടുത്തിട്ടും മന്ത്രി റിയാസ് അടക്കം അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വീട് കയറിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ആ കാര്യത്തിൽ? സംഘടനാപരമായ വിഷയങ്ങൾ, അത് സംഘടനയ്ക്ക് ഞങ്ങൾ കൊടുത്ത പരാതി CPM ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് അവരെ സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് CPM-ആണ്. ജനതാ RJD കൊടുത്ത നിവേദനം അവർ ഗൗരവത്തിൽ തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ CPM ചർച്ച ചെയ്ത് അവർ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അത് ജഡപടാലിറ്റി എടുത്തുപിടി ഇപ്പോൾ നടപടിയെടുക്കണമെന്ന് പറയുന്നതിലൊന്നും അത് പാർട്ടി എന്ന നിലയ്ക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ചില ആളുകളുടെ ഇടപെടൽ പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില കാര്യങ്ങളുണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ടോ? പാർട്ടി നിലപാട് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണല്ലോ ആത്യന്തികമായി ഇത് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ടി സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജാഥ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വടകര ജാഥ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ സഖാവ് MK ഭാസ്കരേട്ടനാണ് ആ ജാഥ നയിച്ചത്. അതുപോലെ തന്നെ എല്ലാ ജാഥയിലും ഇപ്പോൾ ബേപ്പൂർ നിയോജകമണ്ഡലത്തിലെ ജാഥ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഫിറോസ് ഖാനാണ് അതിൻ്റെ ഡെപ്യൂട്ടി ലീഡറായി മന്ത്രി നയിക്കുന്ന ജാഥയോടൊപ്പം ഉണ്ടായിരുന്നത്. മുഴുവൻ സ്ഥലത്തും പാർട്ടിയുടെ അണികൾ പൂർണ്ണമായും ജാഥയോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്ന ജാഥയിൽ ഞാൻ തന്നെ ഒരു 3-4 നിയോജക മണ്ഡലത്തിലെ ജാഥയിൽ, അതായത് ഈ പാർട്ടി നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കടന്നുപോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു? അല്ല, അത് പറഞ്ഞത് പാർട്ടിൻ്റെ ഔദ്യോഗികമായിട്ടല്ലല്ലോ, ഒരു ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ പറയുന്ന കാര്യമല്ലല്ലോ പാർട്ടി കാര്യങ്ങൾ. ആ ആളുകൾക്കെതിരെ പത്രങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് വാർത്തകൾ കൊടുത്ത ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? പരസ്യമായി പത്രക്കാർക്ക് ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞാണ് ഒരു കാര്യം. അത് കൊടുത്ത ആളുകളെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും. ഈ ജാഥയോട് മാറിക്കാൻ ആർക്കും സാധിക്കില്ല. ആ മുഴുവൻ പാർട്ടി സഖാക്കളും ഈ ജാഥയോടൊപ്പം ഉണ്ടാവും.
തീർച്ചയായും എന്തായാലും ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇപ്പോഴില്ല. LDF ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും LDF തന്നെ അധികാരത്തിലെത്താൻ ആവശ്യമായ നടപടികളുമായി RJD പൂർണ്ണമായും സഹകരിക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം T. അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.